ഹലോ ഗൈസ്, വെൽക്കം ടു പുതിയ വ്ളോഗ്. ഗൈസ്, ഇപ്പോൾ നമ്മൾ നെയ്യാർ ഡാമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നെയ്യാർ ഡാമിലോട്ട് പോകാനല്ല ഇറങ്ങിയത്, വേറെ സ്ഥലത്ത് പോകാനാണ്. പക്ഷെ അവിടെ പോകാൻ പറ്റില്ല, അത് ക്യാൻസലായി. അങ്ങനെ അപ്പോൾ ഞായറാഴ്ച കൊണ്ട് എന്തായാലും ഇറങ്ങി എവിടെയെങ്കിലും പോകാൻ വേണ്ടി. അപ്പം ഞാനും നെയ്യാർ ഡാം പോയിട്ടില്ല. കണ്ട് ഇവനും ഹായ് പറ, ഇവനും നെയ്യാർ ഡാം പോയിട്ടില്ല. സോ അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് നെയ്യാർ ഡാമിലോട്ട് പോകാമെന്നും പറഞ്ഞ് ഇറങ്ങി. പക്ഷെ പൊക്കോണ്ടിരുന്ന് ഇവിടെ പറന്നോടല്ലേ ഇവിടെ സ്ഥലത്തിൻ്റെ പേരെന്തോന്ന്, പറന്നോട് എത്തിയപ്പോൾ നല്ല മഴ. ഇഷ്ടം മഴ നനയാതിരിക്കാൻ, നെഞ്ച് നനയാതിരിക്കാൻ വേണ്ടി ഇത് വെച്ചിട്ടുണ്ട്. കോട്ടൊന്നും എടുത്തില്ല. ഞങ്ങൾ മഴയത്ത് ഇവിടെ നിൽക്കുകയാണ്. പിന്നെ മഴ തോന്നിട്ട് നേരെ നെയ്യാർ ഡാമിലോട്ട് പോകണത്, അങ്ങോട്ട് പോയിട്ടില്ല. കേസ് മഴയൊക്കെ തോന്നി ഞങ്ങൾ നെയ്യാർ ഡാമിലോട്ട് പൊക്കോണ്ടിരുന്നപ്പോൾ കണ്ട് ആര്യനടുത്ത് ഒരു സ്ഥലം കണ്ടേ. ഞങ്ങളിത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നോക്ക്. കണ്ടേ, മാനവീയം വീതി, നമ്മളെ വെള്ളയമ്പലത്തുള്ളതുപോലെ മാനവീയം വീതി ആര്യനാടുണ്ട്. കേസ് നമ്മൾ നൈറ്റ് ലൈഫൊക്കെ സൂപ്പറാണെന്ന് തോന്നുന്നു. അവിടെ താഴോട്ട് നല്ല ആറോണോ എന്തരാണെന്ന് ഒരു കുളിക്കുന്ന സ്ഥലമാണ്. കേസ് കണ്ട് ഇവിടെ കൊച്ചു പിള്ളേർക്കൊക്കെ പറ്റിയ ചെറിയ കുറച്ച് 1-2 പാർക്ക് കാര്യങ്ങളൊക്കെ ഉള്ളൂ. എൻ്റെ VS അച്യുതാനന്ദൻ മെമ്മോറിയൽ എന്നാണ് കൊടുത്തത്, ഓഡിറ്റോറിയം. ഞങ്ങളിങ്ങനെ ഇവിടെ നേരെ ഡാമിലോട്ട് പൊക്കോണ്ടിരുന്നപ്പം അവൻ കണ്ടിട്ടുണ്ട്, രഞ്ജിത്ത് കണ്ടിട്ടുണ്ട്. ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, ശ്രദ്ധിച്ചില്ല. മാനവീയം വീതി എന്ന് കണ്ടുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. നൈസ്, ഇവിടുത്തെ ഉണ്ടായിരുന്നല്ലേ. എങ്ങനെയുണ്ടോ ആറ്? ആറാണത് കുളമോ? ആറല്ലേ? ചവറ മഴ പെയ്തുകൊണ്ടായിരിക്കും. മഴ പെയ്തും ഇതാണ് സംഭവം. ഇവിടെ വൈകിട്ടൊക്കെ ഇവിടുത്തെ മാവന്മാരും പിന്നെ ഇവിടെ അടുത്തുള്ള കൊച്ചു പിള്ളേരൊക്കെ വന്ന് ചില്ലടിക്കുന്ന സ്ഥലമായിരിക്കും. ഇവിടെ തുണിയൊക്കെ നനയ്ക്കുന്നു, കല്ലൊക്കെ കിടപ്പുണ്ട്. എന്തായാലും ഒരു കിടിച്ച് സ്പോട്ട് ചെയ്യാനോ എന്തായാലും ഇവിടെ മുകളിലൊരു ഓട്ടോ സ്റ്റാൻഡാണ്. മാവന്മാരായാലും ആരായാലും നല്ല ചില്ലടിക്കാൻ പറ്റിയ സ്ഥലം നിന്ന് കൊള്ളാമോ. നമ്മളവിടുത്തെ ഒരു മിനി ഇതാണ്. ഇവിടെ പടമൊക്കെ വരച്ച് അതുകൊണ്ട് ഇവിടെ ഉള്ള ആൾക്കാരായിരിക്കും എനിക്ക് തോന്നുന്നു. ഇവിടെ വർത്തമാനം ചർച്ചാവേദി ആര്യനാട്, അവിടെ കുറച്ച് ആൾക്കാരിരിക്കണം. അവരൊക്കെ വന്ന് ഇവിടെ ചില്ലടിക്കുന്ന സ്ഥലങ്ങളായിരിക്കാം, അറിഞ്ഞൂടാ. ഉണ്ട് ആരുദ്ഘാടനം ചെയ്തത്? ഉദ്ഘാടനം ശ്രീ ഉദ്ഘാടനം ശ്രീ KN ബാലഗോപാലൻ, ധനകാര്യ വകുപ്പ് മന്ത്രി. കൊള്ളാം. ഇവിടെ ഒരു ചെറിയൊരു ഓഡിറ്റോറിയം എന്ന് വെച്ചാൽ ചെറിയ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നടക്കണം, അങ്ങനത്തെ ഒരു രീതിക്ക് വെച്ചിട്ടുണ്ട്. സ്ഥലം സെറ്റ് കേട്ടോ. ഞങ്ങൾ എന്തായാലും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അടുത്തോട്ട് ചലിക്കാൻ പോവുകയാണ്. ഇത് കണ്ട് നിങ്ങളെ കാണിച്ചു തരാം. എന്തായാലും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ എന്തായാലും കാണിച്ചു തരാമെന്നുള്ളതുകൊണ്ട് ഇവിടെ നിർത്തിയാണ്. ഇങ്ങോട്ട് പറഞ്ഞു ഒഴിക്കാൻ നല്ല മഴയായിരുന്നു. നമ്മൾ മഴ തോന്നുന്നു പറഞ്ഞ് ഇറങ്ങിയപ്പം ഇങ്ങോട്ട് പറഞ്ഞു ഒഴിക്കുന്നത് നല്ല മഴയായിരുന്നു. ഏവൊക്കെ നനഞ്ഞു. പിന്നെ നേരെ ഡാം പോട്ടെ. പക്ഷെ അടുത്ത് ഇതുപോലെ എവിടെയെങ്കിലും എന്തെങ്കിലും കൊണ്ടുപോയി കാണിച്ചു തരാം. അപ്പം അങ്ങോട്ട് പോട്ടെ. ഞങ്ങളത് നേരെ ഡാം എത്തി. 30 രൂപയ്ക്ക് എൻട്രി ടിക്കറ്റ് എടുത്ത് ഞങ്ങളത് അകത്ത് കയറിയപ്പോൾ നാണ്ട് കാണിച്ചു തരാം. വെട്ടമടിച്ച് കിട്ടൂല, എന്നാലും എൻ്റെ ഇഷ്ടം അങ്ങോട്ടൊക്കെ നടക്കാൻ പറ്റും. എന്തായാലും അങ്ങോട്ട് പോകണം. ആദ്യം എങ്ങനെ ഉണ്ടോ നീ ഫസ്റ്റ് ആയിട്ട് വന്നു? ഇവൻ്റെ അടുത്ത് തന്നെ ആദ്യം ചോദിക്കുന്നത്. അവിടെ എങ്ങനെയുണ്ട്? പക്ഷെ ഇപ്പോൾ ഇതൊന്നും അല്ല, ഇവിടെ വരണ വഴിക്ക് ഒരു വ്യൂ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? അത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നേരെ എടുക്കാൻ പറ്റില്ല. ഷോർട്സിനുള്ള എടുത്തിട്ടുണ്ട്. ഷോർട്സ് ഇവിടെ താഴെ എവിടെയെങ്കിലും കൊടുത്തേക്ക്. ഞാൻ വണ്ടിയിൽ വെച്ച് ഹെൽമെറ്റ് നമുക്ക് താഴോട്ട് ഇറങ്ങി കൊണ്ട് ഭാഗത്ത് നടക്കാൻ പറ്റും. കേസ് അപ്പം അങ്ങോട്ട് പോവാം. എന്തായാലും ഉണ്ടെങ്കിൽ ഇഷ്ടമുണ്ട്. അതിൻ്റെ മണ്ടയിൽ കയറി കഴിഞ്ഞാൽ ഇത് ഫുള്ളും നല്ല വൃത്തിക്ക് കാണാം. എന്തായാലും അങ്ങോട്ട് കയറാം. ഇത് കൊണ്ട് വെച്ചിട്ട് കയറിയാൽ നീ വയ്ക്കാതെ ഇനി അങ്ങ് വെച്ചിട്ട് വരണ്ടേ? എന്തായാലും പോയിട്ട് നമുക്ക് ഇതിൻ്റെ മണ്ടയിൽ കയറാം. എന്തായാലും ഒന്ന് ഹെൽമെറ്റ് താഴെ വെച്ചിട്ട് വരാം. ഞാൻ ഹെൽമെറ്റ് വയ്ക്കാൻ വന്നപ്പോൾ കണ്ടില്ലായിരുന്നു. ഇവിടെയാണ് നമ്മൾ ഹെൽമെറ്റ് വെച്ച്. അതുകൊണ്ട് അതിൻ്റെ താഴെയാണ് ബോട്ടിങ്. അതുകൊണ്ട് എൻ്റെ താഴെ ബോട്ടിങ് ഉണ്ട്. ഞാൻ കണ്ടില്ലല്ലോ, അവൻ ഹെൽമെറ്റ് വയ്ക്കാൻ വന്നപ്പോഴാണ് കണ്ടത്. എൻ്റെ തൊട്ടടുത്താണ് ഹെൽമെറ്റ് വെച്ചത്. മണ്ടൻ തന്നെയാണ്. അത് ബുദ്ധിമാനാണ്. നീ കണ്ടു എൻ്റെ പൊന്നെ. ഞങ്ങളവിടെ മുകളിലെത്തി കയറി. ഞാൻ ഇതിൻ്റെ മണ്ടയിൽ കയറുന്നുണ്ടല്ലോ, കൺഫേം ഞാൻ താഴെ ഇതാണ്ട് ഇത്ര പോക്കും ഉണ്ട്. ഇറങ്ങി ചേർറാ നീക്ക്. പിന്നെ മണ്ടയിൽ ഞാൻ കയറി എന്നിട്ട് താഴോട്ട് നോക്കുമ്പോൾ എന്തായാലും കൺഫേം ഉറപ്പാണ് തല ഇറങ്ങും.
തലകറങ്ങണ പറ്റില്ല, കാറ്റടിച്ചാലും മതി. അതൊന്ന് കയറി നിന്ന് നോക്കണം. അയ്യോ എൻ്റെ പൊന്ന് കഴിച്ച നല്ല ഇതിന്റെ മണ്ട കയറിയപ്പോ എനിക്ക് ഭയങ്കര നോക്കൂ ഗൈസ്. അയ്യോ അയ്യോ അമ്മോ, ഇത്ര പൊക്ക കയറി ഇതാണ്. അയ്യോ നമ്മൾ സെന്റ് മേരീസിൽ നമ്മളെ സ്കൂളിൽ പഠിച്ചിരുമ്പോൾ ഇത്ര സ്റ്റെപ്പ് കയറിയിട്ടില്ലല്ലോടാ. അതാണ്ട് വേറൊരു കാര്യം കാണിച്ചേട്ടാ നമുക്ക്. അതുകൊണ്ടാ ഇതോ അതുപോലത്തെ മല, അതിന്റെ കിടില മല അങ്ങോട്ട് പറഞ്ഞ വഴിക്ക് നമ്മൾ കണ്ടായിരുന്നു. ആ അതോ അയ്യോ ട്രക്കിങ്ങിന് പോണം ഒരു അടുത്ത പ്രാവശ്യം വലിയ. ഇതാണ് ഇവിടുത്തെ വ്യൂ. എൻ്റെ പൊന്നോ, രാവിലെ വന്നേ അത് ഒറ്റ മൈനില് തടുപ്പ് കൂടെ സംഭവം. നമ്മൾ ഇവിടെ വരാൻ ഒട്ടും പ്രതീക്ഷയില്ല, എന്നാലും പ്രതീക്ഷ ഉണ്ടായിരുന്നു. വേറെ സ്ഥലത്ത് പോകാനായിരുന്നു, പക്ഷെ ആ സ്ഥലത്ത് പോകാൻ വേണ്ടി ക്യാൻസലായി. കാര്യം ക്യാൻസൽ ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി ഒറ്റ മൈനിൽ. എവിടെ പോകാമെന്ന് വെച്ച് ആദ്യം വേറെ എവിടെ പോകാമെന്നാണ് പറഞ്ഞിരുന്നത്. ആദ്യം കൂനിച്ച് മലയിൽ പോകണമായിരുന്നു. അപ്പോൾ അത് വേണ്ട, അവിടെ എത്തൂലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചത് ആദ്യമായിട്ടാണ് കണ്ടത്. അയ്യോ ഈ ഒരു ഇങ്ങോട്ട് താഴോട്ട് നോക്കിയത് തന്നെ മതി. ഫോണ് പോവല്ലേ. അയ്യോ കേരള ഇവിടെ വന്നു പോയിട്ടുള്ളവരെ പേരും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചേക്കിട്ടത്. ഇങ്ങോട്ട് പറഞ്ഞ എല്ലാ ചുവരിലും ഉണ്ട്. എന്തൊരു ദിനേശ് 31/7/2022 അങ്ങനെ ഇവിടെ ഇങ്ങനെയൊക്കെ എഴുതണം. എന്തിനാണ് എന്നൊന്നും ആവശ്യമില്ലായിരുന്നു. പക്ഷേ അമ്മേ സന്തോഷിക്കട്ടെ. എനിക്കൊന്നുമില്ല. എൻ്റെ പൊന്നോ, അവിടെ എങ്ങനെ ഉണ്ടോ ഫീല്? അയ്യോ ഒറ്റ മൈൻഡിൽ വന്നേട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അവിടെ നടക്കുമ്പോൾ വലിയ ഫീല് കാണുമെന്ന് തോന്നണില്ല. അവിടെ നടക്കണതേ നമ്മളന്ന് ഇവിടെ പോയില്ലേ, അങ്ങോട്ട് എന്തെങ്കിലും താഴോട്ട് പോകണം കഴിച്ചു. ഇവിടെ എങ്ങനെ കയറി ഇത്രയും ഒന്ന് ഈ മുകളിലൊന്നും ഇത്രയും കയറി ചെയ്യുമ്പോൾ ഇത്രയും പ്രതീക്ഷയില്ല ഇവിടെ ഇങ്ങനെയാണ്. നിനക്ക് തല ഇറങ്ങോടെ പൊക്കം കണ്ടു കഴിഞ്ഞാൽ എനിക്കറിഞ്ഞൂടാ. ഇത് വലിയ പൊക്കം ഇതൊന്നും ഇല്ലല്ലേ, ഇനി ഇത്രയല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ നോക്കുമ്പോഴേ പെട്ടെന്ന് നോക്കുമ്പോഴേ എനിക്ക് മണ്ടേ താഴെ ഒരു കാര്യം ചെയ്യും. ഇതിന്റെ മണ്ടേ കയറിയില്ലേ, ഇവിടെ കയറിയില്ലേ, ഇതിന്റെ മണ്ടേ കയറിയിട്ട് നോക്ക്. അയാളെ ഇത് ഇറങ്ങ്, എനിക്ക് വയ്യ. തിരിച്ച് വീട്ടിൽ കൊണ്ടു കൊടുക്കണം. പേടി മാത്രം ആടുന്നില്ല. വിറക്കടേ ഉള്ളു അല്ലേ. ഇറങ്ങ്. എന്റെ പൊന്ന് കഴിച്ച് എനിക്ക് തിരിച്ച് വീട്ടിൽ കൊണ്ട് കൊടുക്കണേ. വന്ന പോലെ തിരിച്ച് വീട്ടിൽ പോടാം. എന്തായാലും കിടിലം കഴിച്ച്. പേടിയല്ല എന്തോ തോന്നുന്നു. പേടിയല്ല എന്തോ നല്ല പേടിയത്. അമ്പോ പക്ഷെ ഇത് തോന്നും ടാസ്ക് ആയപ്പോടാ. എനിക്ക് ടാസ്ക് ഈ സ്റ്റെപ്പായിരുന്നു. കാരണം നമ്മൾ സെൻറ്റ് മേരീസ് പഠിച്ചിരുന്നത് പോലും നമ്മുടെ സെൻറ്റ് മേരീസിലാണ്. അപ്പോൾ സെൻറ്റ് മേരീസിൽ അറിയാമല്ലോ അവിടെ ഓഫർ ചെയ്തുകൊണ്ട്. പക്ഷെ അത്ര ഇവിടെ കയറിൻ്റെ അത്ര അവിടെ ഇല്ലായിരുന്നു മുമ്പ്. എനിക്കിത് ഷിബുജന്റെ അമ്മയാണ് കേസ്. അപ്പൊ ജെ എ കൂടെ ഇട്ട് അമ്മേരെ പേര് അമ്മ വന്നതായി ഷിബുജ. ശരിയുണ്ട് ഷിബു. എന്റെ താഴത്തെ നോക്കണ്ട, SHIBUJA. അമ്മ ഇവിടെ വന്നിട്ടുണ്ട്, പേര് എഴുതി വെച്ചേക്കാ. ഞാനും വന്നിട്ടുണ്ട്. കാർത്തിക് ഞാനും വന്നിട്ടുണ്ട് നേരത്തെ. ആര് നോക്കണേ, രഞ്ജിത്ത് നോക്കടാ. കാണും ഉറപ്പായിട്ട് കാണും. ഇവിടെ നോക്കണം. ഇവിടെ കുറെ കാട്. അയ്യോ രഞ്ജിത്ത് എല്ലാം. അതെ 70 ഏക്കർ കൊടുക്കാൻ എടുക്കണം. പേര് എവിടെയെങ്കിലും കാണോടാ. എന്റെ പേരിവിടെ കണ്ടുപിടിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. 21/12 കഴിഞ്ഞ വർഷമോ. നോക്കടാ, വീണ്ടും എന്റെ പേര് സച്ചു.
സച്ചു കൊണ്ട് അയ്യോ നിന്റെ പേര് എവിടെയെങ്കിലും കണ്ടുപിടിക്കണം ഗൈസ്. എന്തൊരു അമ്മയാ, അമ്മയെന്നാണ് അമ്മ അമ്മു ആർച്ച. നമുക്കിവിടെ അതുള്ള പേര് മിസ് ചെയ്യണത് ഇവന്റെ വീട്ടിൽ വിളിക്കണ ഞാൻ പറഞ്ഞില്ലേ കണ്ടുപിടിക്കുന്നത് പറഞ്ഞില്ലേ തന്റെ കണ്ണ ഇവന്റെ വീട്ടിൽ വിളിക്കണ പേരാണ് കണ്ണായി മിസ് ചെയ്തത് 6/9/2024 എന്റെ കണ്ണ നിന്നെ ആരും മിസ് അമ്മൂസ് മിസ് ചെയ്യണമെന്ന്. അമ്മൂസ് മിസ് ചെയ്യണത് ആരാ അമ്മൂസ്? ഓ ഇത് അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. കണ്ണായി മിസ് ചെയ്യും കണ്ടുപിടിച്ചു. പക്ഷെ രഞ്ജിത്തൂടെ കണ്ടുപിടിക്കണ. അയ്യോ തൊട്ടടുത്ത് വിനോദ്. ഈ പേര് കണ്ട എവിടെ ഈ പേര് എല്ലാരും നോക്കി വെച്ചോ, എല്ലാരും നോക്കി വെച്ചോ. എന്റെ ജീവൻ നശിപ്പിച്ച ഒരു പേരാണ് അത്. നിന്റെ ജീവിതം നശിപ്പിച്ചത് എനിക്കെന്ത് നശിപ്പിച്ചൊന്നുമില്ല, അങ്ങനെ ഒരു സാധനം പോയതുകൊണ്ട് എന്താണ് രക്ഷപ്പെട്ട്. അയ്യോ ഇവിടെ കുറെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറെ ചിരിച്ച് മരിക്കാൻ എല്ലാം കണ്ട്. പൊൻകുളം ബോയ്സ് ഇഷ്ടം. കിട്ടിയ തോന്നല് അടി കൈമാട്ടാ മതി വീട് നോക്കട്ടെ എന്തൊരു പേര് നോക്കണം. കിട്ടി അളിയ സോനാരി അത് കലാമണിയുടെ പാട്ട്. ഞാൻ ചോദിച്ച സോന സാറിന്റെ രഞ്ജിത്ത്. ഞാൻ പറഞ്ഞില്ലേ ഇവന്റെ സ്റ്റാൻഡേർഡ് അളിയ നിന്റെ പേരത്തിൽ സ്റ്റാൻഡേർഡ്. രണ്ടോട്ടം നിറ്റത് കട്ട് കണ്ണനും കണ്ട് രഞ്ജിത്ത് കട്ട് കണ്ടേ രഞ്ജിത്ത്. സോന അത് വേറെ ആരോ, അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. വേണ്ട അശ്വിനേച്ചി ചേച്ചിയുടെ പേര് ഇവിടെ ഉണ്ട് കേട്ടോ. ദേവുന് അയച്ചു കൊടുത്തു. ദേവു നിന്റെ പേര് ഇവിടെ ഉണ്ട് കേട്ടാടി. നീ ഇവിടെ ഉണ്ട്. ദേവിക ദേവിക ഇവിടെ ഉണ്ട്. അയ്യോ സ്റ്റാൻഡേർഡ് പേരല്ലേ അളിയാ? അതെ. പിന്നെ എൻ്റെ എവിടെ ഇരിക്കണ്? ഇഷ്ടോടെ ഒരു വാവയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അങ്ങനെ ബർത്ത്ഡേ ഷൂട്ട് എടുക്കണതാണെന്ന് തോന്നുന്നു. 5 വയസ്സ്. 5 വയസ്സ്. ഇവിടെ വന്നു കുറെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം നോക്കി നോക്കി ചിരിച്ചാ. അയ്യോ കോമഡി തന്നെ. കിളിപോയവൾ. സെർച്ച് ചെയ്തു, നിങ്ങൾ എല്ലാവരും സെർച്ച് ചെയ്ത് നോക്കൂ. ഇങ്ങനെ ഐഡിയ ഉണ്ടെങ്കിൽ ആളെ കിട്ടും. പക്ഷെ ഇങ്ങനെ ഐഡി കാണൂല. ഇങ്ങനൊരു ഐഡി കാണൂല. നീ സെർച്ച് ചെയ്ത് നോക്ക്. സെർച്ച് ചെയ്യാൻ നോക്കട്ടെ. അങ്ങനെ നമ്മളെ ഫീഡൊന്നും കാണിച്ചു. സെർച്ച് ചെയ്യുന്നു. എന്തായാലും ഒരു ഉറപ്പ് വരുത്തണമല്ലോ, ഉണ്ടോ ഇല്ലെന്ന് ഉറപ്പ് വരുത്തണമല്ലോ. പേരെന്തരി ഇറ്റ്സ് അണ്ടർസ്കോർ അല്ലേ എന്റെ വ്ളോഗ്. ഒരു അണ്ടർസ്കോർ ഫസ്റ്റ് എത്തത്, അടുത്ത് ഇറ്റ്സ് മീ കിളി പോയവൾ. അയ്യോ അമ്മ എന്തൊക്കെ കാണണം. ഇല്ല ഗൈസ് അത് തേപ്പായിപ്പ്. പേരുണ്ടെന്നും പറഞ്ഞ ഇവിടെ ഇൻസൈഡ് എഴുതി വെച്ചിട്ട് അതിന് പാവം നോക്കിയപ്പം പേരില്ല. അല്ലെ വിഷമൊന്നുമില്ലല്ലോ. അത് ചുമ്മാ എഴുതി വെച്ചിരിക്കണ. എല്ലാരും ഇൻസ്റ്റഡി എഴുതി വെച്ചതാവൂലേ പണ്ട്. ഞാൻ മറ്റേ ബെഞ്ചിൽ എന്റെ ഇൻസ്റ്റഡി വെച്ചൊക്കെ പോലെ. പക്ഷെ അന്ന് ഒരാളെ ഇത് ഫോളോ ചെയ്തിട്ടുണ്ട്. ഇല്ലടാ അത് കുറെ നാളായിരിക്കും ചിലപ്പോൾ എഴുതി വെച്ചേക്കണം. അപ്പം എന്തായാലും സ്വാഭാവികമായിട്ട് ചിലവർ അപ്പോഴപ്പോഴേ പേര് മാറ്റും. ഇവൻ തന്നെ കണ്ടില്ലേ? ഇത് എൻ്റെ പേര് ആദ്യത്തെ പേരെന്തായിരുന്നു? ഇറ്റ്സ് മീ ബീസ്റ്റ്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം എന്തൊരു രഞ്ജിത്ത് എന്നാക്കി. നീയൊക്കെ വിളിക്കുന്ന പേര് ഞാൻ ഇവനെ രഞ്ജു എന്നല്ല കേസ് വിളിക്കണം. ഞാൻ ഇവനെ രഞ്ജിനി എന്നാണ് വിളിക്കണം. ഇവനെ രഞ്ജിനി. അമ്മു. ഇത് ഞാനാണ് നേരത്തെ അവിടെ എഴുതി വെച്ചിരുന്നത്. നന്ദുവും മാളും. പക്ഷെ നമ്മൾ ഇവരെയൊക്കെ എന്തിനാണ് നോക്കണത്? ഇങ്ങനെ എന്താക്കാൻ പാടില്ല. ഇവരവരൊക്കെ പേര് ആരുടേത്? രഞ്ജിത്ത്. നീ ചുമ്മാ നിന്റെ വള്ളി പിടിച്ച് വയ്ക്കല്ലേ.
വിജീഷ് പെൻസിലും കൊണ്ടാടാ പറഞ്ഞ എനിക്ക് തോന്നുന്നു എന്റെ ബാഗിലും കിടക്കണം തോന്നുന്നുണ്ടോ എഴുതിയാല് പെൻസിൽ എന്റെ ബാഗിൽ കിടപ്പോട്ടെ എഴുതിയാല് വേണ്ട നെഞ്ചിത് അപ്പൊ നമ്മളിനി ഇവിടുന്ന് കിച്ചു നല്ല പേര് നല്ല പേര് അച്ചു 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 ഇത് ഇൻസ്റ്റാഗ്രാമിന്റെ ഭയം മൊത്തം ഉണ്ടല്ലോ. നയന ഗെറ്റ് മൈ സൺഷൈൻ ഹെവൻ ഓഫ് ഡ്രീംസ് വിഷ് മീ ഓൺ December 15. വേണ്ട പോസ്കോ അല്ല പോക്സോ അത് മതി. പോസ്കോ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരുടെ പേരും ഉണ്ട് കേട്ടാ. പക്ഷെ എഴുതി വയ്ക്കണ ഇൻസ്റ്റ ഐ ഡി എല്ലാം ഫുള്ള് അലമ്പാണ്. ഒന്നില് സെർച്ച് ചെയ്താലും കിട്ടൂല. 15 വയസ്സ് 23 15 വയസ്സ് 24 16 വയസ്സ് 25 17 വയസ്സ് 26 ആയടാ പാവടാ. ഈ വർഷം നവംബർ ആകുമ്പോഴേ 18 ആവുള്ളൂ. നവംബർ എത്ര? 24. ഈ നവംബർ 24 ബർത്ത്ഡേ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ഇടുക. അങ്ങനെ മുകളിൽ എല്ലാ പേരും ഉപയോഗിച്ച് മുകളിലത്തെ വ്യൂ എല്ലാം അങ്ങനെ താഴെ ഇറങ്ങി. അളിന് മറ്റേ അവിടെ പോണോ? താഴെ ഇറങ്ങാം. പിന്നെ താഴോട്ട് പോയിട്ട് വരാം. അതുകൊണ്ട് അവിടെ പടിയുണ്ടോ? അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് ഇടിച്ചു വരുന്ന അവിടെ കാണാൻ വേണ്ടി. അളെ ചാടലെടുത്തത് ഇതുവഴി അവിടെ ഇവിടെ എന്തോന്ന് അവിടെ മറ്റേ താഴെ പോണത്. ഇതുവഴി പോയി കഴിഞ്ഞാൽ മറ്റേ താഴെ അവിടെ നിന്ന് നോക്കിയപ്പോൾ കുറെ സ്ഥലങ്ങൾ കണ്ടില്ലേ താഴെ. ഇതെന്തിനാ ഇത്? ഇവിടെ എല്ലായിടത്തും ഇത് പേരുകളൊക്കെ തന്നെ എഴുതി വെച്ചിരിക്കണത്. വെറുതെ എന്തിനാണ് കേസ് ഇങ്ങനെയൊക്കെ എഴുതി സ്ഥലം നശിപ്പിക്കണത്? കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്ത് പറഞ്ഞു. അങ്ങനെ ഫോട്ടോ എല്ലാം എടുത്ത് കഴിഞ്ഞ് വന്ന് ഫോട്ടോ എടുത്തപ്പോൾ കഴിച്ച് ഇവിടെ ഇങ്ങനെ നടക്കണേനെക്കാട്ടി ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. ഇത് കാണാനാണ് മെയിനായിട്ട് വന്നത്. കാണിച്ചു തരാം കഴിച്ച്. ഫോട്ടോ എടുത്തുകൊണ്ട് നമ്മൾ കണ്ടതാണ് കഴിച്ച്. അതുകൊണ്ട് വെള്ളം തുറന്നുണ്ട്. അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമല്ലോ അളിയാ? അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമല്ലോ. ഈ ഫോട്ടോ എടുത്തോണ്ട് നമ്മൾ കണ്ടത്. എനിക്ക് ഇവിടെ ഇങ്ങനെ നടക്കണേ, ഇവിടെ ചുമ്മാ നടക്കാം. നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നല്ല ഫോട്ടോ ഒക്കെ എടുത്ത് ഞാനും എടുത്തു, ഇവനും എടുത്തു ഫോട്ടോ. പക്ഷെ എടുത്ത് അടിച്ചോണ്ട് പോവും. നല്ല ഫോഴ്സിലല്ലേ വെള്ളം വരണ. വേണ്ട നോക്ക് ഈ വെള്ളമാണ് അവിടെ ഇങ്ങനെ പോണത്. അതേനെ നമ്മൾ അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാലേ ഉണ്ടായിരുന്നു ഈ മിസ്സായനല്ലേ. ഒരു മഴ പെയ്ത് അതിന്റെ ഒരു ആംബിയൻസും അല്ലേ. പിന്നെ കാണാൻ പറ്റുമോ നമുക്ക്? ഇവിടെ അവിടെ ഒരു അമ്പലമുണ്ട്. ഇനിയും പോവും. ഇപ്പോ ആക്കിയാണ് അതുകൊണ്ട് കണ്ട അവിടെ അമ്പലം. ഇതുകൊണ്ട് അവിടുത്തെ അമ്പലം കണ്ട ചെറുതായിട്ട് കുനുകുനാന്ന് കാണുന്ന സാധനങ്ങൾ. ഇങ്ങോട്ട് വന്നപ്പോഴേ കണ്ട സാധനമാണ്. അങ്ങോട്ട് കയറാൻ പറ്റുമെങ്കിൽ അങ്ങോട്ട് പോകണം കേസ്. എന്തായാലും അങ്ങോട്ട് പോകാൻ നേരത്തെ എൻ്റെ ഫോൺ എന്തായാലും സ്വിച്ച് ഓഫ് ആവും. കാരണം എൻ്റെ ഒരു 7% ചാർജ് ഉള്ളൂ. ചാർജ് അവൻ്റെ ഫോണിലെടുക്കാം. ചാർജ് എത്ര ഉണ്ട്? എന്തായാലും ഇവിടുന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ ഫോൺ 41%. എൻ്റെത് 7% സോ അങ്ങോട്ട് പോകുമ്പോൾ എന്തായാലും വീട് എന്തായാലും അങ്ങോട്ട് പോകണല്ലേ. അങ്ങോട്ട് കയറാൻ പറ്റും. എന്തായാലും അമ്പലം ഉണ്ടെങ്കിൽ അവിടെ കയറാൻ പറ്റുമല്ലേ. പക്ഷെ അങ്ങനെ താഴെ എത്തി. ഇതാണ് ഇവിടെ നിന്നാണ് വെള്ളം വരണത്. സൗണ്ട് കേൾക്കാൻ പറ്റുമോന്ന് അറിഞ്ഞൂടാ. എൻ്റെ മൈക്കൊന്നുമില്ല. നോക്കണം വലിയ ഹോട്ടിൽ നിന്ന് അടിച്ചു പറഞ്ഞത്. ഫോണെങ്ങാനും താഴെ പോയി കഴിഞ്ഞാൽ പോയി. എന്ത് കാറ്റ്, സെറ്റ് കാറ്റ്. വെള്ളം അടിച്ചു പറഞ്ഞതിന്റെ കാറ്റും ചെറിയ വെള്ളത്തിന് ഡ്രോപ്പ് ഉണ്ടല്ലോ. അടുത്ത് കിടന്ന സ്ഥലം. അവിടെ എത്ര കിലോമീറ്റർ? നമ്മളവിടെ 25 കിലോമീറ്റർ ഉള്ള സ്ഥലം 20 വയസ്സായപ്പോഴാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. കണ്ടാ, ഓരോന്നിനും ഓരോ സമയമുണ്ട്. ഇവിടെ വലിയ ആഴമില്ലെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് പൊക്കം പേടിയല്ലടാ. എനിക്ക് പൊക്കത്തില്ല. ഇത് കണ്ടപ്പോ എനിക്ക് തലയിറങ്ങട്ട. ഈ സാധനം കണ്ടപ്പോ എനിക്ക് തലയിറങ്ങട്. ഞാൻ ഇടയ്ക്ക് ശങ്കൂത്ത് പോയി. കുറെ നാളെ കടലിറങ്ങി. പക്ഷെ വെള്ളം അടിച്ച് തിരിച്ചു കഴിയുമ്പോ തലയിറങ്ങും. എനിക്ക് പൊക്കം പേടിയില്ല, എനിക്ക് വെള്ളം പേടി. വെള്ളം പണ്ടേ അലർജിയാണ്.
നോക്കടാ, ഇത് കണ്ടപ്പോ എനിക്ക് ഒരുമാതിരി തല. ഇതാണ് കഴിച്ച, ഇതാണ് വെള്ളം. മറ്റേ ഷട്ടർ തുറന്നുണ്ട്. ആളെ ഇറങ്ങുമ്പോൾ വലിയ ഷട്ടർ തുറന്നു വിട്ട് കഴിഞ്ഞാൽ തീയത്. ഇറങ്ങുമ്പോൾ ഷട്ടർ തുറന്നു വിട്ട് കഴിഞ്ഞാൽ വരാൻ പറ്റൂല. എനിക്ക് ആ ഫുള്ള് കയറുമെന്ന് തോന്നുന്നു കേട്ടോ. ഫുള്ള് കയറുമായിരിക്കും. കുറച്ച് എവിടെയെങ്കിലൊക്കെ പോയി എടുക്കാം. അല്ല എവിടെ എത്ര ദൂരം നീ കിടന്ന് ഓടും? ഓടാനല്ല, പിന്നെ തുറന്നു വിട്ട് കഴിഞ്ഞാ ഡെഡ് ബോഡി എടുക്കാൻ. അങ്ങ് അറ്റത്തുനിന്ന് എവിടെയെങ്കിലൊക്കെ പോയി എടുക്കാം. ബോഡി എടുക്കാൻ ഇറക്കുമെന്ന് തോന്നണില്ല. ഇത് നാലും തുറക്കൊന്നുമില്ലെന്നുണ്ട്, രണ്ടെണ്ണൊക്കെ തുറക്കുള്ളൂ. നാലും തുറന്നിട്ട് സുനാമി വരുമ്പോലെ വരും. എങ്കിൽ പിന്നെ പാലൊക്കെ ചിലപ്പം പോവും. എന്തായാലും ഇരുട്ടി. അപ്പൊ നമുക്കിനി എന്തായാലും അങ്ങോട്ട് മുകളിലോട്ട് കയറാം. ഇനി ഇവിടെ നിന്ന് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 സ്ഥലത്തും കൂടെ പോവാം. എവിടെ? അവിടെ അല്ല, രണ്ടല്ല, ഒരു സ്ഥലം മറ്റേ അമ്പലത്തിനോടെ പോകണ്ട. അത് മിക്കവാറും ഷോർട്സ് ആയിട്ട് എടുക്കാൻ പറ്റും. നോക്കണം, എന്തെങ്കിലും ചാർജ് ഒന്നുമില്ല. 30 ഒക്കെ എൻ്റെ ഉള്ളൂ. പെട്ടെന്ന് ഓഫായിട്ട് ചാർജ് നിൽക്കില്ല. വീഡിയോ എടുത്താൽ ചാർജ് നിൽക്കില്ല. ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. ഇവിടെ ഇത്രേ ഉള്ളൂ. നമ്മൾ വന്ന് കണ്ട് സെറ്റ് സ്ഥലം ഇത്രയും പ്രതീക്ഷ. നമ്മൾ പേപ്പറ പോയപ്പോൾ പോലും ഇത്രയും ഇരുന്ന് വീഡിയോ എടുത്തില്ലല്ലേ? പേപ്പറ വീഡിയോ എടുത്തില്ല. നമ്മൾ അപ്പോഴൊന്നും തുടങ്ങിയില്ല, ചാനൽ തുടങ്ങിയില്ല. നമ്മൾ അവിടെ പോയതിനു ശേഷം അവിടെ സ്വിറ്റ്സർലാൻഡ്, മിനി സ്വിറ്റ്സർലാൻഡ് അവിടെ വന്നത്. കേസ് അപ്പം നമ്മളിനി ഇവിടെ നിന്ന് എന്തായാലും അമ്പലത്തിലോട്ട് പോവുകയാണ്. അവിടെ എന്തിനാണെന്ന് നോക്കണം, തൊഴാനില്ല. അപ്പം എന്തായാലും അങ്ങോട്ട് പോയിട്ട് വരാം കേസ്. കയറാം, കുറച്ചുകൂടെ ഉള്ളൂ. പൊന്നു സുഹൃത്തുക്കളെ, കയറി വയ്യ, തളർന്ന് ഞാൻ. വെള്ളം വാങ്ങിച്ചെന്നില്ല ഇന്നാറി. വെള്ളം കുറച്ചുകൂടെ ഉള്ളൂ. ജസ്റ്റ് 1 കിലോമീറ്റർ ഉള്ളൂ അല്ലേ ഈ തേരി? കുറച്ചുകൂടെ ഉള്ളൂടാ, പറ്റും. രാത്രി ഉണ്ട്. ഇന്നിപ്പം ബാക്കി വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ഒന്നുമില്ല, ലൈറ്റ് നല്ല ലൈറ്റ് ഒന്നുമില്ല. ഈ സമയം ഇപ്പം എത്രയായി സമയം? നോക്കട്ടെ, 7:05 ആയി. 6 മണിയായപ്പോഴും ഇവിടെ ഏകദേശം നല്ല രീതിക്ക് ഇരുന്ന് തുടങ്ങും. 7:05. ആ, അപ്പോൾ നല്ല ഇരുട്ടി കിടക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് വീഡിയോ എടുക്കണം നടക്കൂല. സോ ആണ്ട് ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ഉണ്ട്. ആ കാണുന്ന ഡാമാണ്. രാവിലെ വന്ന് ഒന്നുകൂടെ എടുത്താലേ പറ്റുള്ളൂ. അപ്പം നമ്മളിവിടെ കയറിയപ്പോൾ കുറച്ച് ലേറ്റായി പോയി. നെയ്യാർ ഡാമിൽ പോയിട്ട് വരവായിരുന്നു. വന്നപ്പോൾ കുറച്ച് ലേറ്റായി പോയി. എന്തായാലും എടുക്കാം നെക്സ്റ്റ് ടൈം. ഓക്കെ, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ചത്തായത് എടാ, എനിക്ക് CPR തരാൻ പറ്റൂല. നിനക്ക് മനസ്സിലായ? എനിക്ക് CPR തരാൻ പറ്റൂല. ഇല്ല, കയറും. ഇതിന്റെ ഈ കിടക്കണതും ഇവ മണ്ടേ നിൽക്കുന്നതായിട്ടൊരു ഷോർട്സ് ഇട്ടിരിക്കും. പാർട്ട് 1 നീ ഇവിടെ കിടക്കണത്, പാർട്ട് 2 നീ മണ്ടയിൽ എത്തണത്. എടുത്തിരിക്കും. കഴിഞ്ഞു. അപ്പൊ കഴിഞ്ഞു. എടാ, അത് രാജ്യത്തോട്ട് അതെന്തിന്? അത് 1 മണിക്കൂറല്ലേ ഇച്ചിരി കയറാവുള്ളായിരുന്നു. 1 മണിക്കൂർ മലയുടെ മണ്ടായി കയറാൻ വേണ്ടി സമയം എടുത്തു. അത്രയല്ലേ ഉള്ളൂ. മണ്ടേ കയറിയ നിനക്കൊരു ചായ ഞാൻ സ്പോൺസർ ചെയ്യും. ചായ ഇല്ല, വാങ്ങിച്ചു തരാം. ചായരോടെ പഞ്ചസാര ഇട്ട് തരാം. ഹേ ഗൈസ്, ഞാൻ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ലാസ്റ്റ് അതിൻ്റെ എന്തെന്ന് പറയാൻ വേണ്ടി പോയ എക്സ്പീരിയൻസ് പറയാൻ വേണ്ടി എടുത്ത വീഡിയോ ഞാൻ അറിയാൻ ഡിലീറ്റ് ആയി പോയി ഗൈസ്. ഓരോ വീഡിയോയിൽ ഇങ്ങനെ ഡിലീറ്റ് ആയി വന്ന സമയത്ത് അതും കൂടെ പോയെന്ന് തോന്നുന്നു. എത്ര തപ്പിയിട്ടും കിട്ടിയില്ല. അതാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നത്. അല്ലെങ്കിൽ പോയിട്ട് വന്നപ്പോൾ നല്ല രീതിക്ക് വീഡിയോ എടുത്ത് വെച്ചിരുന്നതാണ് ലാസ്റ്റ് എത്തത്. ഗൈസ്, ഞാൻ പറഞ്ഞിരുന്നത് വേറെ ഒന്നുമല്ല. ഒരു വട്ടമെങ്കിലും നെയ്യാർ ഡാം എന്നല്ല, എവിടെയാണെങ്കിലും നമ്മൾ പോകുന്ന സ്ഥലങ്ങളെല്ലാം പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം ഗൈസ്. കാരണം വെച്ചാൽ ഞാൻ ഇപ്പം 10-20 എനിക്കിപ്പോൾ 20 വയസ്സായി. 20 വർഷമായിട്ട് ഞാനും അവനും പോയിട്ടില്ല. രഞ്ജിത്തും ഇതുവരെ അവിടെ പോയിട്ടില്ലായിരുന്നു. അന്ന് പോയതാണ്. കിടിലം വൈബായിരുന്നു ഗൈസ്. പിന്നെ കിടിലം വൈബായിരുന്നു. അതുപോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒറ്റ മൈലിലങ്ങ് പൊക്കോണം, ഒന്നും നോക്കല്ലേ. നമുക്ക് എങ്ങോട്ട് പോകണോ പോയിട്ടൊന്ന് തിരിച്ച് വരിക, പോയി എക്സ്പ്ലോർ ചെയ്യണം. നല്ല മൈൻഡൊക്കെ റിഫ്രഷായി കിടിൽ വരികയും ഗൈസ്. അപ്പോൾ മലയിൽ കയറിയായിരുന്നു. മലയിൽ കയറിയ വീഡിയോ നേരത്തെ അത് കണ്ടല്ലോ, ബാലൻസ് അവിടെ കിടന്നു പോയി ഗൈസ്. ഒട്ടും വയ്യുന്നു. അത്രയും നല്ല കുത്ത് കയറ്റവും. പിന്നെ നെയ്യാർ ഡാം പോയപ്പോൾ അവിടെ ഇഷ്ടംപോലെ നടന്നല്ലോ. സ്റ്റെപ്പ് കയറിയതും അല്ലാതെ കുറച്ച് അവിടെ നടന്നായിരുന്നു. അപ്പോൾ വീട്ടിലൊരു ജോഗിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ തേരിയെ കയറുമ്പോൾ കിതയ്ക്കും. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ കിടന്നത്. പക്ഷേ മുകളിൽ ടോപ്പിക് കയറി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം വെച്ചാൽ അവിടെ ഒട്ടും ലൈറ്റൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾ ചെന്ന സമയത്തോട്ട് അമ്പലമാണ്. ചെന്ന സമയത്ത് അവിടെ ലൈറ്റെല്ലാം ഓഫ് ചെയ്തായിരുന്നു. അവിടെ മേലെ പോയിട്ട് തിരിച്ച് വന്ന്. അപ്പം എന്തായാലും അതിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ എന്തായാലും ചാനൽ അപ്ലോഡ് ചെയ്യും. ദിവസം പോകുന്നുണ്ട് അങ്ങോട്ട്. അപ്പം അത് ഞാൻ എന്തായാലും ചാനൽ അപ്ലോഡ് ചെയ്യും. അപ്പം നിങ്ങളറിയാം. പിന്നെന്ത് പറയാനാ, ഇതാണ് കേസ്. പോയെന്ന് എക്സ്പ്ലോർ ചെയ്യണം ഓരോ സ്ഥലങ്ങൾ. ഇതിലൊഴുതി വേറെ ഒന്നുമില്ല കേസ്. ഇനിയിപ്പം വേറെ വീഡിയോ ആയിട്ടൊക്കെ വേറെ ഇതുപോലെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകണം. എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഒറ്റ മൈനാണ് കേസ്. എവിടെയെങ്കിലും പോകണോ തീരുമാനിച്ചാൽ അങ്ങ് പോകും.
ഒന്നും നോക്കൂല, അവനെ വിളിക്കും, വണ്ടിയിൽ പെട്രോൾ അടിക്കും, നേരെ അങ്ങ് പോകും, അവൻ്റെ ചെലവിൽ തന്നെ അങ്ങ് പോകും. ഇനി ഞാൻ 1-2 സാധനങ്ങൾ ആലോചിച്ച് വെച്ചിട്ടുണ്ട്, അത് എങ്ങനെ പോസിബിൾ ആക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അങ്ങനെ ഒന്നും വലുതായിട്ട് ചെയ്യാത്തതാണ്. അപ്പം എന്താ പറയുക, അങ്ങനെ 1-2 സാധനങ്ങൾ ഞാൻ കണ്ടന്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എത്രമാത്രം വർക്കാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും നിങ്ങൾ അതിനുവേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം ഗൈസ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൊണ്ടൊന്നിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.